എൻ്റെ ആദ്യത്തെ മുഖാമുഖമാണ്. വന്നിട്ട് എത്ര ദിവസമായെങ്കിലും പല തലശ്ശേരി ഉൾപ്പെടെ പല മേഖലകളിലെ പ്രസ് ക്ലബ്ബുകൾ ഇത്തരം അങ്ങനെ സമയം വേണം അല്ലെങ്കിൽ നമുക്ക് വെക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഇന്നാണ് യഥാർത്ഥത്തിൽ ആദ്യമായിട്ടൊരു മുഖാമുഖം മീറ്റ് ദ പ്രസ് നടക്കുന്നത്. അപ്പം ആദ്യത്തെ മുഖാമുഖത്തിന് അവസരം തന്ന വടകര പ്രസ് ക്ലബിനോടുള്ള നന്ദി ആദ്യം അറിയിക്കുന്നു. രണ്ടാമത്തതും, എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തതും, നിങ്ങളിൽ 100% എന്ന് ഞാൻ വിശ്വസിക്കുന്നു വടകരയിലെ വോട്ടർമാരാണ്. അപ്പം എല്ലാവരോടും സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് ഞാൻ വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെയൊക്കെ സഹായം ഉണ്ടാവണം, വോട്ടുണ്ടാവണം. ഒരവസരം തരുന്നതിൻ്റെ പേരിലോ ഒരു വോട്ട് തരുന്നതിൻ്റെ പേരിലോ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യാത്ത ഒരു സാഹചര്യം ഈ മണ്ഡലത്തിൽ ഉണ്ടാക്കും എന്ന ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങളോട് എല്ലാവരോടും വോട്ട് അഭ്യർത്ഥിക്കുക. 3, ഇവിടെ സ്ഥാനാർത്ഥി എന്ന നിലക്ക് വന്ന ആ ദിവസം തൊട്ടും ഇന്നലെ രാത്രി വരെയും ഇന്ന് കാലത്തും ഇവിടുത്തെ ജനങ്ങളുമായിട്ടുള്ള ഇടപെടലുകൾ, ഇവിടുത്തെ മുന്നണിയുടെ പരിപാടികൾ, സ്ഥാനാർത്ഥി എന്നുള്ള നിലക്കുള്ള പര്യടനം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം വടകരയിലെ മാധ്യമ പ്രവർത്തകർ നൽകിയ പിന്തുണക്ക്, എല്ലാ സ്ഥാനാർത്ഥികൾക്കും ലഭിക്കുന്നതാണെങ്കിലും പിന്തുണക്കും ഞാൻ എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. തുടർന്ന് തെരഞ്ഞെടുപ്പിന് ഇനി കുറച്ച് ദിവസങ്ങളാണ് ബാക്കി. തുടർന്ന ദിവസങ്ങളിലും ഞങ്ങൾ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും ജനങ്ങൾക്കിടയിൽ ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളെ അവരിലേക്ക് എത്തിക്കുന്നതിനുള്ള തുടർ സഹായവും ഞാൻ അഭ്യർത്ഥിക്കുന്നു. വടകര പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്ഥാനാർത്ഥിത്വം ഞാനത് മറച്ചു വെച്ചിട്ടില്ല. അപ്രതീക്ഷിത സ്ഥാനാർത്ഥിത്വമായിരുന്നു. ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥാനാർത്ഥിത്വമായിരുന്നു അത്. പാർട്ടി തീരുമാനം, മുന്നണി തീരുമാനം എൻ്റെ നേതൃത്വം നേരിട്ട് അറിയിക്കുകയായിരുന്നു. അപ്പോൾ ആ അറിയിപ്പ് കിട്ടിയ സെക്കൻഡും അതിനെ തൊട്ടുള്ള വാർത്തകൾ വരുന്ന നിമിഷവും, സാധ്യതകളെ സംബന്ധിച്ചുള്ള വാർത്തകൾ വരുന്ന ആ ഒരു സെക്കൻഡ് തൊട്ട് എനിക്ക് വടകരയിൽ നിന്നുള്ള റെസ്പോൺസുകൾ എനിക്ക് കിട്ടാൻ തുടങ്ങിയിരുന്നു. ആദ്യം ഫോണിൽ, നവമാധ്യമ അക്കൗണ്ടുകളിൽ, വാട്സപ്പിൽ, എല്ലാ ഇടങ്ങളിൽ നിന്നും വടകരയിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ടുള്ള ഒരുപാട് റെസ്പോൺസുകൾ ആ സമയത്ത് തന്നെ കിട്ടി. പിന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പം അത് വർദ്ധിച്ചു. പ്രഖ്യാപിച്ച് ഇവിടെ വന്നപ്പോൾ അതിൻ്റെ ഏറ്റവും പീക്കിലെത്തുന്ന തരത്തിലുള്ളൊരു ഒരു ഒരു സ്വീകരണം ഇവിടെ കിട്ടുകയുണ്ടായി. ആ സ്വീകരണം കിട്ടിയതിനെ, അതിൽ ജനപങ്കാളിത്തത്തെ പലരും ഒരു ആക്ഷേപ രീതിയിൽ കാണാനൊക്കെ ശ്രമിച്ചെങ്കിൽ പോലും, അതിനെ ലോറിയിൽ ആളെ കൊണ്ടുവന്നതാണെന്നുൾപ്പെടെയുള്ള ഒരു ഡീഗ്രേഡിംഗ് ഒക്കെ അതിന് നടത്താൻ ശ്രമിച്ചെങ്കിൽ പോലും, എനിക്ക് പിന്നീട് വ്യക്തിപരമായി സ്ഥാനാർത്ഥി എന്നുള്ള നിലക്കുണ്ടായ അനുഭവം വടകരയിലെ സെൻട്രലൈസ്ഡ് സ്വീകരണത്തിൽ മാത്രമല്ല, താഴെ തട്ടിലേക്ക് നമ്മൾ നിയോജകമണ്ഡലം തലത്തിൽ പോയപ്പോഴും പഞ്ചായത്ത് തലത്തിൽ പോയപ്പോഴും ഇപ്പോൾ സ്ഥാനാർത്ഥി പര്യടനത്തിൻ്റെ ഭാഗമായിട്ട് ബൂത്ത് തലങ്ങളിലൂടെ പോകുമ്പോഴൊക്കെ ആ ഒരു നിറഞ്ഞ സ്നേഹവും പിന്തുണയും വടകര തരുന്നുണ്ട്. അത് മുന്നണിയുടെയും പാർട്ടിയുടെയും പ്രവർത്തകർ മാത്രമല്ല, വീടുകളിൽ നിന്ന്, പിന്നെ കവലകളിൽ നിന്ന്, കടകളിൽ നിന്നൊക്കെയുള്ള പര്യടനത്തോടുള്ള പ്രതികരണം നല്ല ആത്മവിശ്വാസം നൽകുന്നതും നല്ല ഒരു ഓണർഷിപ്പ് അനുഭവപ്പെടുന്നതുമായിട്ടുള്ള ഒരു ഫീലിംഗാണ് എനിക്കുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഞാൻ ജയിക്കും എന്നല്ല, സഹപ്രവർത്തകരുടെ മുമ്പിലും ജനങ്ങളുടെ മുമ്പിലും പറഞ്ഞിട്ടുള്ളത് നമ്മൾ ജയിക്കുമെന്നാണ്. അത് ഞാൻ ആവർത്തിക്കുന്നു. ജയിക്കാൻ കഴിയുമെന്ന ഒട്ടും അഹങ്കാരമില്ലാത്ത തികഞ്ഞ ആത്മവിശ്വാസം ജനങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്ന് എനിക്കുണ്ടായിട്ടുണ്ട്. ഇതൊരു സീരിയസ് പൊളിറ്റിക്കൽ ഫൈറ്റാണ്. ഒരു നാഷണൽ പൊതു തെരഞ്ഞെടുപ്പാണ്. രാജ്യത്ത് ഇന്ത്യയെ വീണ്ടെടുക്കാൻ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ള പൊളിറ്റിക്കൽ അലേർട്ട്നെസ് ഏറ്റവും കൂടുതലുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് വടകര എന്നുള്ളതാണ് എനിക്കിവിടെ വന്നിട്ടുണ്ടായ ശേഷം അനുഭവം. മറ്റു പല സ്ഥലങ്ങളിലും ഇപ്പം ഒരു ഉദാഹരണം പറയാം. കേന്ദ്രത്തിൻ്റെ പിന്നെ പ്രചരണത്തിൻ്റെ ഒരു ഇല്യൂഷൻ, അവിടെ എന്തൊക്കെയോ കാര്യമായിട്ട് നടക്കുന്നു എന്നുള്ളൊരു ഇല്യൂഷൻ, ആ ഇല്യൂഷൻ ഏറ്റവും ലീസ്റ്റ് എഫക്റ്റഡ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് വടകര. അപ്പോൾ വടകരയുടെ രാഷ്ട്രീയ അവബോധത്തിലാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. പൊളിറ്റിക്കലി കേരളത്തിലെ ഏറ്റവും അലർട്ടായ കോൺസ്റ്റിറ്റ്യുവൻസിയാണ് വടകര എന്നുള്ളത് ഇവിടെ വരുമ്പോൾ മനസ്സിലാകും. അപ്പോൾ രാജ്യത്ത് നടക്കുന്ന ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്നതിനെ സംബന്ധിച്ച് വടകരക്ക് കൃത്യമായ മനസ്സുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ കണ്ടതാണ്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൽ ചെല്ലുമ്പോഴും ഞങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ഘടകം, ആ ഫാക്ടർ ഇതിനകത്തൊരു പ്രശ്നമേ ആയിരിക്കില്ല. അവർ ലീഡ് ചെയ്യുന്ന 7 കോൺസ്റ്റിറ്റ്യുവൻസിയിലും
ഒരു പക്ഷേ ഇത്തവണ UDF ലീഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് ഫീൽഡിൽ നിന്ന് കിട്ടുന്ന ഒരു അനുഭവം. പിന്നെ CAA ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കോൺഗ്രസ് അല്ലാതെ വേറെ ആരെടുത്ത നിലപാടാണ് ഈ രാജ്യത്തിന് അതിൽ നിന്ന് മോചിതമാവാൻ തക്ക പ്രാപ്തി ഉണ്ടാകുന്നത്? CPMൻ്റെ CAA നിലപാടാണെങ്കിൽ അവർ കേരളത്തിൽ അത് കോൺഗ്രസ് വിരുദ്ധതക്കാണ് അതുപോലെ ഉപയോഗിച്ചത്, BJP വിരുദ്ധതക്കല്ല. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രസ്താവന CAA നടപ്പിലാക്കിയ മോദിക്കെതിരെ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ രാഹുൽ ഗാന്ധിക്കെതിരെയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ സംസാരിച്ചത്. എന്ന് വെച്ചാൽ അതിൻ്റെ പേരിൽ ഇവിടെ കോൺഗ്രസ്സിന് വോട്ട് പോവാതെ ഇവിടെ എന്തെങ്കിലും മെച്ചമുണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള പ്രാദേശിക അജണ്ടയിലേക്കാണ് CAA CPM എടുത്തത്. നേരെ മറിച്ച് കോൺഗ്രസ് അത് ദേശീയ തലത്തിൽ കോൺഗ്രസ് ഒരു നെസസിറ്റിയാണ് അതിൽ നിന്ന് രാജ്യത്തിന് മോചിതമാവാൻ. ഒരാൾ പോലും സംശയിക്കുന്നില്ല കോൺഗ്രസ് തിരിച്ചു വന്നാൽ, ഇന്ത്യ മുന്നണി തിരിച്ചു വന്നാൽ CAA അത് കീറിക്കളയും, അല്ലെങ്കിൽ അത് ദൂരെ കളയും, അല്ലെങ്കിൽ അത് പിൻവലിക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. പക്ഷെ ഇവിടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉപയോഗിച്ചത് അതിൽ കോൺഗ്രസ് വിരുദ്ധതയ്ക്കാണ്. കോൺഗ്രസ് വിരോധം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് CAA കേരളത്തിൽ CPM ഉപയോഗിച്ചത്, BJP വിരോധത്തെ അല്ല. രണ്ടാമത്തെ ഒരു ഘടകം, നമ്മൾ മുഖ്യമന്ത്രിയുടെ രൂക്ഷ വിമർശനങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരെ കണ്ടു. മണിപ്പൂരിൽ പോലും അദ്ദേഹം പോയിട്ടില്ല എന്ന് ഒരു സ്റ്റേറ്റിൻ്റെ ചീഫ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ അവാസ്തവം പരസ്യമായി പറയുന്നത് കണ്ടു. മണിപ്പൂർ വിഷയത്തിൽ രാജ്യത്ത് തന്നെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻഡ് എടുത്ത ആളാണ് രാഹുൽ ഗാന്ധി. അവിടെ ആദ്യം സന്ദർശിച്ച ഒരാളാണ് രാഹുൽ ഗാന്ധി, അവിടെ തടയപ്പെട്ട ഒരാളാണ് രാഹുൽ ഗാന്ധി, അവിടെ പ്രവേശനം നിഷേധിക്കപ്പെട്ടിട്ടും അവിടെ പോയ ഒരാളാണ്. അപ്പം ഇത്തരം കേന്ദ്ര സർക്കാർ ചെയ്യുന്ന ഈ ജനവിരുദ്ധതക്കും വിഭാഗീയ അജണ്ടയ്ക്കും അവരെ പറയുന്നതിന് പകരം അതിലും കുറച്ചും കൂടെ കോൺഗ്രസ് വിരോധം കടത്തിവിട്ട് ഇവിടെ എങ്ങനെയെങ്കിലും കുറച്ച് വോട്ട് കിട്ടാൻ പറ്റുമെന്നുള്ള മിനിമലിസ്റ്റിക് അജണ്ടയിലേക്കാണ് അവർ പോകുന്നത്. ഇനി മൂന്നാമതൊരു കാര്യം, എവിടെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി? CPM പ്രവർത്തകരും ആലോചിക്കേണ്ട ഒരു കാര്യം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എവിടെയാണ് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ പേര് പറഞ്ഞൊരു ഡയറക്റ്റ് വിമർശനം നടത്തിയത് ഈ അടുത്ത കാലത്ത് എന്നുള്ളത് നിങ്ങളുടെ ആരുടെയെങ്കിലും അനുഭവം ഉണ്ടോ? അദ്ദേഹം രാഹുൽ ഗാന്ധിയെ പറയുന്നു, ഒക്കെ പറഞ്ഞോട്ടെ, രാഷ്ട്രീയമായിട്ട് കേരളത്തിൽ ഞങ്ങൾ ഒരുമിച്ച് മത്സരിക്കുകയല്ല, ഞങ്ങൾ രണ്ടായിട്ട് തന്നെ മത്സരിക്കുന്നു, ഇവിടെ വിമർശിക്കാനുള്ള സ്പേസ് ഉണ്ട്. പക്ഷേ ആ ഇൻറ്റൻസിറ്റിയിൽ എന്താണ് നരേന്ദ്രമോദിയുടെ പേര് പറഞ്ഞൊരു വിമർശനം നടത്താൻ ചീഫ് മിനിസ്റ്റർ മടിക്കുന്നത്? എന്താണ് ചീഫ് മിനിസ്റ്റർ ഡൽഹിയിലെ രാംലീല മൈതാനത്ത് നടന്ന ഒരു ചരിത്ര സംഗമത്തിൽ ഒരു കാലത്ത് കോൺഗ്രസ് ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ ബാബ രാംദേവും അണ്ണാ ഹസാരെയും അരവിന്ദ് കെജ്രിവാളും പിന്നെ ബൃന്ദ കാരാട്ടും അരുൺ ജെയ്റ്റ്ലി ഉൾപ്പെടെ ഒരുമിച്ച് വേദി പങ്കിട്ട ആ രാംലീല മൈതാനത്ത് അതേ കെജ്രിവാളിനെതിരെ ജനാധിപത്യ വിരുദ്ധമായൊരു അറസ്റ്റ് നടന്നപ്പോൾ പ്രതിഷേധിക്കാൻ അതേ കോൺഗ്രസ് നേതൃത്വത്തിൽ അവിടെ റാലി നടന്നപ്പോൾ എന്താണ് കേരളത്തിൻ്റെ ചീഫ് മിനിസ്റ്റർ പോലും അതിൽ നിന്ന് വിട്ടുന്നത്? അപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ പറയുന്ന ഇൻറ്റൻസിറ്റി പ്രധാനമന്ത്രിക്കെതിരെ പറയുമ്പോൾ മുഖ്യമന്ത്രി കാണിക്കുന്നില്ല. അതൊരു നെക്സസാണ്. അവർ ഭയപ്പെടുത്തുന്നുണ്ടായിരിക്കും. ബോംബ് രാഷ്ട്രീയം, എന്നോട് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചോദിച്ചു, നിങ്ങൾ അതിനെതിരെ പറയുന്നത് രാഷ്ട്രീയമായിട്ട് തന്നെയല്ലേ, അതൊരു രാഷ്ട്രീയമല്ലേ, നിങ്ങളത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുകയല്ലേ? ഞാൻ പറഞ്ഞു അതെ, സമാധാനത്തിൻ്റെ രാഷ്ട്രീയമാണ് ഞങ്ങൾ പറയുന്നത്. അതിനെ വളരെ ലാഘവത്തോടെ കാണാൻ CPM ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ CPM ഒരു വിഫല ശ്രമം നടത്തുക. ഒരാൾ ബോംബ് നിർമ്മിക്കുന്നതിനിടെ പൊട്ടി മരിച്ച ഒരാളുടെ ജീവൻ പോയി, അതോടുകൂടി തന്നെ അതിൻ്റെ ഗൗരവം അങ്ങേയറ്റം എത്തി. രണ്ട്, ബോംബ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ തന്നെ സീരിയസ് ആയിട്ടുള്ളൊരു ഒഫൻസാണ്. കാരണം ഒരു തരത്തിലുള്ള ഒരു പോസിറ്റീവ് ഉപയോഗം ഇല്ലാത്തൊരു സാധനമാണ്. ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ളൊരു പർപ്പസ് അല്ലാതെ മറ്റൊന്നും ബോംബ് കൊണ്ട് നിർവഹിക്കാനില്ല. ബോംബ് എന്ന മെറ്റീരിയൽ വിനാശകരമായ പ്രവൃത്തിക്കല്ലാതെ മറ്റൊന്നിനും ഉപയോഗിക്കാനില്ല. ഒരു കത്തിയാണെങ്കിൽ കറിക്കരിയാനാണെന്ന് വേണമെങ്കിൽ പറയാം, ഇതിൽ അങ്ങനെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അത് നിർമ്മിച്ച് അത് ശേഖരിച്ച് അതിപ്പോൾ ഉണ്ടാക്കി വെക്കുന്നതിൻ്റെ പർപ്പസ് എലക്ഷൻ അല്ലാതെ മറ്റൊന്നുമല്ല എന്നുള്ളതും എവിഡൻ്റാണ്. 3, പിന്നെ നമ്മുടെ റിമാൻഡ് റിപ്പോർട്ടിൽ ഇത് രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെ ഉപയോഗിക്കാനാണ് എന്ന് പറയുന്നു. അപ്പോൾ അന്ന് നമ്മൾ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ കണ്ട് പറഞ്ഞ കാര്യങ്ങൾ അതിൻ്റെ ഗൗരവം വർദ്ധിക്കുകയല്ലേ? ഇത് ആർക്കെതിരെ ഉപയോഗിക്കാൻ, ഇത് ആരെ അപായപ്പെടുത്താൻ, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ജനാധിപത്യം അട്ടിമറിക്കാനല്ലാതെ മറ്റെന്തിന്? ഞാൻ എല്ലാ മീറ്റിങ്ങിലും ഞാൻ അമ്മമാരോട് ചോദിച്ചു, നിങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ആർക്കെങ്കിലും ഒരു അക്രമത്തിൽ പരിക്കേൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അവർ പറഞ്ഞില്ല എന്ന് വിളിച്ചു പറഞ്ഞു. എതിർ പാർട്ടിയിൽപ്പെട്ട ആർക്കെങ്കിലും പരിക്കേൽക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? വടകരയിലെ അമ്മമാർ പറഞ്ഞു ആർക്കും പരിക്കേൽക്കണ്ട എന്ന് പറഞ്ഞു. ഇവിടുത്തെ ജനത ആഗ്രഹിക്കാത്തൊരു കാര്യം അവരുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നത്
പാർട്ടിയിലെ ചില ക്രിമിനൽ ഫാക്ടേഴ്സാണ്. അതെല്ലാ പാർട്ടി പ്രവർത്തകനെയും കുറ്റം പറയാൻ പറ്റില്ല. അവർ പോസ്റ്റ് ഒട്ടിക്കുന്നതും CPM പ്രവർത്തകൻ ചുമരെഴുതുന്നതും CPM പ്രവർത്തകൻ വോട്ട് ചോദിക്കുന്നത്, അവർ കഠിനാധ്വാനം നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അവരുടെ അധ്വാനത്തിനെ കൂടെ വിലയില്ലാതാക്കുന്ന തരത്തിൽ പാരലായി ചില സംഘങ്ങൾക്ക് ഈ അക്രമത്തിനുള്ള ആഹ്വാനവും അതിന് ആയുധം നിർമ്മിക്കാനുള്ള നിർദ്ദേശവും കൊടുക്കുകയാണ്. അത് അതീവ ഗൗരവത്തോടെ വടകര മാത്രമല്ല കേരളത്തിലെ 20 പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിലും ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഇവിടെ UDF LDF തമ്മിലാണ് മത്സരം നടക്കുന്നത്. BJP അവരും തമ്മിൽ ഒരു പ്രശ്നവും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസംഗത്തിൽ പോലും ഉള്ളതായിട്ട് അനുഭവപ്പെടുന്നില്ല. ഇവിടെ എല്ലാ പ്രചരണങ്ങളും അവർ നടത്തുന്നത് എനിക്കെതിരായിട്ടാണ്. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടു, എൻ്റെ പേര് വെച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഇറക്കി. അങ്ങനെയൊന്നും തിരഞ്ഞെടുപ്പിൽ ചെയ്യാറില്ല. ഷാഫിക്ക് തൊഴിലാളികളോട് പുച്ഛമാണ് അത്ര, ഷാഫിക്ക് മുണ്ട് മടക്കി കൊണ്ടുവന്നവനോട് പുച്ഛമാണ്, വേർക്കുന്നവനോട് പുച്ഛമാണ് തുടങ്ങിയ വളരെ ഒരു ബിലോ ദ ബെൽറ്റ് ഒരു ഡീഗ്രേഡിങ് ആയിട്ടുള്ള പ്രചരണം വരെ കണ്ടു. ഞാനത് അവർ നടത്തട്ടെ എന്ന് വിചാരിച്ചു, കാരണം ജനം വിലയിരുത്തട്ടെ. അപ്പോൾ ഇവിടെ നടക്കുന്ന മത്സരം LDFും UDFും തമ്മിലാണ്. അപ്പം സ്വാഭാവികമായിട്ടും ആ മത്സരത്തിൽ രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെ ഉപയോഗിക്കാനാണെന്ന് പറയുമ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ടും സംശയിക്കുന്നത് ഞങ്ങളുടെ പ്രവർത്തകർക്കോ ഞങ്ങളുടെ നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ പോളിംഗ് ഡേയിലോ ഞങ്ങളുടെ വോട്ട് വരാതിരിക്കാൻ വേണ്ടിയോ വളരെ ഇൻറ്റൻഷനലായി ചെയ്തു വെച്ചാണെന്നുള്ളത് തന്നെയാണ്. ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി, സമാധാനത്തോടെ തെരഞ്ഞെടുപ്പ് നടന്നാൽ ജയിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു കൺവിക്ഷനിലേക്ക് അവർ വന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടായിരിക്കും തെരഞ്ഞെടുപ്പിൽ ബോംബിന് ഒരു സാമഗ്രിയായിട്ടും ബോംബിൻ്റെ സഹായം തേടുന്നത്. ഞാൻ ഒരു പ്രീ പ്ലാൻഡ് ഇലക്ഷൻ ഫൈറ്റ് അല്ല, ഞാനിവിടെ വന്ന ശേഷം അതിൻ്റെ കാര്യങ്ങൾ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഏതാണ്ട് 8 മേഖലകളിലായി ഇടപെടലുകൾ നടത്തണം എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കി വെക്കുന്നത്. അതിന് പുറമെ ഇഷ്യൂ ബേസ്ഡ് സാധനങ്ങളുണ്ട്. ഇപ്പം നാഷണൽ ഹൈവേ അത് മുന്നോട്ട് പോകുന്നു, പക്ഷേ നാഷണൽ ഹൈവേയിൽ കുറച്ച് ഇഷ്യൂസ് ആവശ്യങ്ങൾ ജനങ്ങളുടേതായിട്ടുണ്ട്. ഇപ്പം അടിപ്പാതകളും മറ്റു കാര്യങ്ങളും ഉൾപ്പെടെയുള്ള. അപ്പോൾ അതിനെയൊക്കെ ഇഷ്യൂ ബേസ്ഡായിട്ട് ഇതിൻ്റെ പുറത്ത് ഇഷ്യൂ ബേസ്ഡായിട്ട് അതിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കുകയും അത്തരം കാര്യങ്ങളിൽ ജനങ്ങളുടെ ആവശ്യം കേൾക്കേണ്ടവർ കേൾക്കുന്നു എന്ന് ഉറപ്പുവരുത്താനും അതിൻ്റെ അധികാരികളുടെ മുമ്പിൽ കൊണ്ടുവരാനും സാധിക്കുന്ന തരത്തിലുള്ള ഇടപെടൽ നടത്താൻ കഴിയുമെന്ന് തന്നെയാണ് അതിൻ്റെ ആത്മവിശ്വാസം. മറ്റ് മേഖലകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം ആരോഗ്യ മേഖലയിൽ സാധ്യതകൾ, ഇതിപ്പം MP എന്നുള്ള നിലക്ക് സ്റ്റേറ്റിലെയും സെൻട്രലിലെയും ഗവൺമെൻറ് നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മൾ പ്രതീക്ഷിക്കുന്നതും ഇത്തവണ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരും. ആ ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ വടകരക്ക് കിട്ടുന്ന ഒരു പരിഗണന മറ്റാര് നൽകുന്നതിനേക്കാളും കൂടുതലായിരിക്കും. ആ ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ വടകരയിൽ ഇതുവരെ ഇല്ലാത്ത കാര്യങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാക്കും. ഇപ്പോൾ എയിംസിനുൾപ്പെടെ വടകരക്ക് അർഹതയുണ്ട്, ഒരു ESI ആശുപത്രിക്ക് വടകരക്ക് അർഹതയുണ്ട്. ഇവിടുത്തെ നിലവിലുള്ള ആശുപത്രികളിൽ ഉണ്ടാവേണ്ട കാര്യങ്ങളിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ MP എന്നുള്ള നിലക്ക് അതിന് കൃത്യമായി വോയിസ് ചെയ്യാൻ ആരോഗ്യ മേഖലയിലെ വടകരയുടെ സ്വയം പര്യാപ്തത ആവശ്യങ്ങൾക്ക് ഓടി വടകരയിലെ ജനങ്ങൾ കോഴിക്കോട്ടേക്കും, കോഴിക്കോട് പോകുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷേ ആവൽ ഘട്ടങ്ങളിലുള്ള ദൂരം സഞ്ചരിക്കാനുള്ള പ്രയാസം ഉൾപ്പെടെ കവർ ചെയ്യാൻ കഴിയാവുന്ന തരത്തിലുള്ള സെൽഫ് സഫിഷ്യൻസിക്ക് ഒരു ബേസിക് നീഡ്സിന് അപ്പുറത്തേക്കുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റികളിലെ സെൽഫ് സഫിഷ്യൻസിക്ക് വടകരയിലെ സാധാരണക്കാരന് അപ്രോച്ചബിൾ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും അല്ലെങ്കിൽ ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സ്ട്രെങ്തനിങ്ങും ഇവിടെ നടക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വൺ കണ്ടീഷൻ, ഗവൺമെൻറ്റുകൾക്കുള്ള അപ്രോച്ച് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയും എന്ന് തന്നെയാണ് വിശ്വാസം. ഇതുപോലെ തന്നെയാണ് വിദ്യാഭ്യാസ മേഖല, 2 വിദ്യാഭ്യാസ മേഖലയിലെ കാര്യങ്ങളും ഇതുപോലെ തന്നെയാണ്. വിദ്യാഭ്യാസ മേഖലയോട് ചേർന്ന് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് ഒരു ക്യാമ്പയിൻ മൂവ്മെൻറ്റ് തലത്തിൽ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പം സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും മറ്റ് കോമ്പറ്റീറ്റീവ് ടെസ്റ്റുകളിലേക്കും വടകരയിലെ കുട്ടികൾ സാധാരണക്കാർ അവർക്ക് എത്രത്തോളം ആക്സസും അപ്രോച്ചും കിട്ടുന്നുണ്ട്, അവരുടെ റെപ്രസെൻറ്റേഷൻ, ഇവിടുത്തെ ജനങ്ങളുടെ പോപ്പുലേഷൻ റിലേറ്റഡ് ആയിട്ടൊരു റെപ്രസെൻറ്റേഷൻ അവിടെ വരുന്നുണ്ടോ. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുട്ടികളൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസികളിൽ നിന്നുള്ള കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. അത് ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അവർക്ക് അതിനുള്ള പ്ലാറ്റ്ഫോംസിൻ്റെ സൗകര്യക്കുറവുണ്ട്. അപ്പോൾ അത് ഒരു വികസനം എന്നുള്ള നിലക്കുള്ള ഒരു സ്ഥാപനത്തെ കൊണ്ടുവരലല്ല, പക്ഷേ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കലാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് വടകരയ്ക്ക് വേണ്ടി നമ്മളൊരു പ്ലാറ്റ്ഫോം ഫ്ലോട്ട് ചെയ്യും. അതിലെല്ലാ മേഖലകളിലും കഴിവുള്ള കുട്ടികളെ, ആ കഴിവിനെ ആഗ്രഹിക്കുന്ന ഏജൻസീസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇൻഡസ്ട്രിയലിസ്റ്റ്, ബിസിനസ് പീപ്പിൾ,
പിന്നെ IT റിലേറ്റഡ് ഇനിഷ്യേറ്റീവ്സ് അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം. ഇപ്പോൾ പാലക്കാട് ഞാൻ സ്മാർട്ട് പാലക്കാട് എന്ന് പറഞ്ഞിട്ടൊരു പ്ലാറ്റ്ഫോം, അതിപ്പോൾ ഒരു വികസനമല്ല, പക്ഷേ അത് ആളുകൾക്ക് അവസരങ്ങൾ കൊടുക്കലാണ്. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഞാൻ പ്ലോട്ട് ചെയ്തിരുന്നു. ഇവിടെയും വടകരയിലെ ഈ വൈബിനെ കണക്ട് ചെയ്യുന്ന തരത്തിൽ നമ്മളൊരു പ്ലാറ്റ്ഫോം, ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ വടകര വൈബ്സ് ഒരു എക്സാമ്പിൾ ഞാൻ പറയും. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഇവിടെ കഴിവുള്ള നല്ലൊരു കുട്ടിയെ ആ കഴിവിനെ അക്വയർ ചെയ്യാൻ സാധ്യതയും താല്പര്യമുള്ളൊരു ഏജൻസിയും തമ്മിൽ കണക്ട് ചെയ്യാനുള്ള ഒരു ലിങ്കായിട്ട് അതിനെ മാറ്റാൻ ആഗ്രഹിക്കുന്നു. ഇപ്പം വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ കോമ്പറ്റീറ്റീവ് ടെസ്റ്റുകൾക്ക് ഞാൻ സ്മാർട്ട് ബ്രിഗേഡ് എന്ന് പറഞ്ഞിട്ട് പാലക്കാട് ഒരു ക്യാമ്പയിൻ ചെയ്തു. എല്ലാ ക്ലാസ് മുറിയിൽ നിന്നും ഒരു കുട്ടിയെ തിരഞ്ഞെടുക്കും 8th and above. ആ കുട്ടികൾക്ക് മൊത്തം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അന്ന് നിയോജകമണ്ഡലമായിരുന്നു. ആ കുട്ടികൾക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കും. 6 ഓൺലൈൻ ട്രെയിനിങ്, 6 ഓഫ്ലൈൻ ട്രെയിനിങ്, 12 സെഷൻ അവർക്കൊരു വർഷം കൊടുക്കും. ആ 12 സെഷൻ കൊണ്ട് അവരെ നമ്മൾ കോമ്പറ്റീറ്റീവ് ആക്കും, അവരെ നമ്മൾ പ്രിപ്പയർഡ് ആക്കും. എന്നിട്ട് ഈ കുട്ടികൾക്ക് വരുന്ന സാധ്യതകളെ ഈ പർട്ടിക്കുലർ കുട്ടി വഴി എല്ലാ ക്ലാസ്സുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതിൽ താല്പര്യമുള്ള ആളുകൾക്ക് നമ്മൾ ഫ്രീ ട്രെയിനിങ് കൊടുക്കും. അവർക്ക് നമ്മൾ NGOസും മറ്റുമൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് അവരെ ഇതിനൊക്കെ പ്രിപ്പയർഡ് ആക്കാൻ കഴിയാവുന്ന ഇനീഷ്യേറ്റീവ്സ് ചെയ്യും. അപ്പം വടകരയിലെ കുട്ടികൾക്ക് വിവിധ മേഖലകളിലുള്ള അവസരങ്ങൾ ഉറപ്പുവരുത്തുന്നതിനുള്ള ഇനീഷ്യേറ്റീവ്സിനെ ഒരു രജിസ്റ്റേർഡ് സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്തിട്ട് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഇപ്പം ഇന്നലെ ഞാനൊരു കോളനി പോയി ആയഞ്ചേരിയിൽ. അപ്പോൾ അവിടെ 19 വയസ്സുള്ള ഒരു കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ പത്തനംതിട്ട ITയിലാണ്. അപ്പോൾ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞു ഫുട്ബോളിൽ നന്നായിട്ട് കഴിവുള്ള കുട്ടിയാണ്. ഇപ്പോൾ ഒരു സെലക്ഷൻ ക്യാമ്പിന് പോകാൻ നോക്കുമ്പോൾ ബൂട്ടില്ലാത്തതിൻ്റെ പേരിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. കളിക്കുന്ന കുട്ടിയാണ്, അപ്പോൾ അവിടെ നിന്ന് പോയി. അപ്പോൾ അടുത്ത ഒരു മേഖല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സ്പോർട്സിന് നല്ല ഇമ്പോർട്ടൻസ് വടകരയിൽ കൊടുക്കും. ആരോഗ്യവും വിദ്യാഭ്യാസവും സ്പോർട്സിന് വളരെ വലിയ ഇമ്പോർട്ടൻസ് വടകരയിൽ കൊടുക്കും. ഞാനിവിടെ വന്നപ്പോൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെറുപ്പക്കാർ ഇത്രയും ആക്റ്റീവായിട്ടുള്ളൊരു കോൺസ്റ്റിറ്റ്യുവൻസി. ഏത് മേഖലയിൽ ചെന്നാലും ചെറുപ്പക്കാർ ഭയങ്കരമായിട്ട് ആക്റ്റീവാണ്. പൊളിറ്റിക്സ് ആണെങ്കിൽ പോലും ഭയങ്കര ആവേശവും ഭയങ്കര കമ്മിറ്റഡുമായിട്ട് നിൽക്കുന്ന ചെറുപ്പക്കാരാണ്. അപ്പോൾ അവരുടെ സ്പോർട്സിലെ സ്കില്ലിനെ മീറ്റ് ചെയ്യാൻ കഴിയാവുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്പോർട്സ് ലീഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കാൻ ഒരു MP ഇനിഷ്യേറ്റീവ് എന്നുള്ള നിലക്ക് ഈ 7 കോൺസ്റ്റിറ്റ്യുവൻസിയിലെയും വെച്ചിട്ട് 2 or 3 കായിക ഇനങ്ങളിൽ തുടങ്ങി പിന്നീട് ആളുകളുടെ താല്പര്യം കൂടെ അനുസരിച്ച് വിപുലപ്പെടുത്താവുന്ന, അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ അവസരങ്ങളാണ്, ഓപ്പർച്യൂണിറ്റീസാണ് കൂടുതൽ കൊടുക്കേണ്ടത്. അവിടെ പെർഫോം ചെയ്യുന്നവരെ കണക്ട് ചെയ്യാൻ നമുക്ക് പ്ലാറ്റ്ഫോംസ് ഉണ്ടാകും. ഇപ്പോൾ കൂടുതൽ അവസരങ്ങൾ സ്പോർട്സിലും ആർട്സിലും കൊടുക്കാൻ തീരുമാനിക്കുക. ഇവിടുത്തെ കളരി ഭയങ്കര പാരമ്പര്യമുണ്ട്, അതിനെ ഫ്യൂച്ചറുമായിട്ട് കണക്ട് ചെയ്യുന്ന, പിന്നെ ഇവിടുത്തെ വടകരയുടെ ഞാനിതിനെ ഒറ്റ വാചകത്തിൽ പറയാൻ ആഗ്രഹിച്ചാൽ, എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചാൽ, വടകരയുടെ ട്രഡീഷനെ, ലെഗസിയെ ഫ്യൂച്ചറുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പാലമായി പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനെ ഇനിയുള്ള ഒരു വർഷങ്ങളിലോ പതിറ്റാണ്ടുകളിലോ കൊണ്ടുപോകാനുള്ള ഒരു ഡിസ്കഷൻ. അതിപ്പം തലശ്ശേരി ആണെങ്കിൽ പോലും ക്രിക്കറ്റ് ഞാൻ പറഞ്ഞു വരുന്നത് അത്തരം സാധ്യതകൾ ഇവിടെയുണ്ട്. പിന്നെ 3 ജനങ്ങളുമായിട്ട് കൺസേൺഡ് ആയിട്ടുള്ള 3 മേഖലയിൽ തീരദേശം. ഞാൻ അവിടെ സന്ദർശിച്ചപ്പോൾ ആവശ്യങ്ങളുടെ ഒരു നീണ്ട പട്ടികയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. തീരദേശത്തെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ സീരിയസ് ആയിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവും, കണ്ടിന്യൂയിങ് ആയിട്ടുള്ള സ്റ്റെപ്സ് ഉണ്ടാവും, ഗവൺമെൻറ്റുകളെ അതിലേക്ക് ഇടപെടുത്തുന്ന തരത്തിലുള്ള ഇൻവോൾവ്മെൻറ്റും ഉണ്ടാവും. പറഞ്ഞു വെച്ചു എന്നുള്ളത് മാത്രമായിരിക്കും ഉത്തരവാദിത്വം എന്ന നിലക്ക് അതിനെ കാണില്ല. അതിന് സീരിയസ് ഫോളോ അപ്പ് ഉണ്ടാവും. ഹാർബറുകളുമായിട്ട് ബന്ധപ്പെട്ട സൗകര്യങ്ങൾ, മാർക്കറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട സൗകര്യങ്ങൾ, ഇവിടെയൊക്കെ കുറേ ആവശ്യങ്ങൾ അവരെ ചെന്ന് കണ്ടപ്പോൾ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ളൊരു പാക്കേജിനെ ഒരു മാസ്റ്റർ പ്ലാൻ പോലെ തയ്യാറാക്കി അതിന് വിവിധ ഘട്ടങ്ങളാക്കി അതിൻ്റെ ഫോളോ അപ്സ് നടത്താൻ ആഗ്രഹിക്കുക. രണ്ടാമത് ഇവിടുത്തെ കർഷകർ. പിന്നെ ഈ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം കുറ്റ്യാടി തേങ്ങ അറിയപ്പെടുന്നതാണ്, അതൊരു ബ്രാൻഡാണ്. പക്ഷെ അതിൽ അവരുടെ നാളികേര പാർക്ക് ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങളിലൊന്നും കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുന്നില്ല. സംഭരണത്തെ സംബന്ധിച്ച് ഒന്നും നടക്കുന്നില്ല എന്നുള്ള പരാതിയാണ് അവർ പറയുന്നത്. എഗെയിൻ ഇതൊക്കെ ഗവൺമെൻറ് ഇൻവോൾവ്മെൻറ്റ് വേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ആ ഇടപെടലുകൾ ഉറപ്പുവരുത്താൻ അതിന് പ്രാധാന്യം കൊടുക്കും. മാത്രമല്ല, ശ്രീലങ്കയൊക്കെ വിസിറ്റ് ചെയ്തപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, നമ്മളിപ്പോൾ നമ്മൾ കേരളം എന്നുള്ളതും പിന്നെ നാളികേരത്തിൻ്റെ നാട് എന്നൊക്കെ പറയുമെങ്കിലും പ്രോസസ്സിങ് സെൻറ്ററുകൾ, പിന്നെ നമ്മൾ നാളികേരത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളും അവർ നാളികേരത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളും നമ്മളെക്കാൾ 4 ഇരട്ടിയാണ്. അപ്പോൾ നാളികേരത്തിൽ നിന്ന് വെളിച്ചെണ്ണയും ചകിരിയും തൊണ്ടും ചിരട്ടയും എന്നുള്ളതിനപ്പുറത്തേക്ക്
പ്രോസസ്സിങ് ഇൻഡസ്ട്രീസിന് കൂടുതൽ പ്രാധാന്യം. ഒരു തെങ്ങിൽ നിന്നോ തേങ്ങയിൽ നിന്നോ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വന്നാൽ ഇന്നത്തെ കാലത്ത് അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്ന കുറ്റ്യാടി തേങ്ങ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്ന കാര്യങ്ങളായിരിക്കും. മലയോര കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഒരു തുടർക്കഥയാവുകയാണ്. പണ്ട് കൃഷിനാശം മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ അവർക്ക് ജീവിക്കാൻ തന്നെ കഴിയാത്ത തരത്തിൽ ദുസ്സഹമായി കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനെ കണ്ടിന്യൂസ് ആയിട്ട് വോയിസ് ചെയ്യുമെന്നുള്ള ഉറപ്പ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ സെക്ടറിൽ ആ തരത്തിലുള്ള ഇടപെടൽ നടത്താൻ ആഗ്രഹിക്കുന്നു. വേറൊരു പ്രധാനപ്പെട്ട കാര്യം IT റിലേറ്റഡാണ്. IT റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവും നമുക്ക് ഈ വടകര കോൺസ്റ്റിറ്റ്യുവൻസിൽ ഇപ്പോൾ കാണുന്നില്ല. ഇപ്പോൾ ആളുകൾ മറ്റ് ഗ്ലോബലി പുറത്തു പോയിട്ട് വർക്ക് ചെയ്യാൻ പഠിക്കാൻ ഇപ്പോൾ കുട്ടികൾ ചാടി പുറപ്പെട്ടു പോകുന്നൊരു കാലമാണ്. അതിൻ്റെ രണ്ട് കാര്യമാണ്. ഒന്ന്, ഇഫ് ഇറ്റ് ഈസ് ബൈ ചോയ്സ്, അവർക്ക് പോകാനാണ് ഇഷ്ടമെങ്കിൽ നമുക്ക് അവരെ തടയാൻ കഴിയില്ല. ബട്ട് ഇഫ് ഇറ്റ്സ് ബൈ ഫോഴ്സ്, പോവേണ്ട സാഹചര്യത്തിന് അവർ നിർബന്ധിതരാവുകയാണെങ്കിൽ ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്തതിൻ്റെ പേരിലാണ്. അപ്പോൾ അത് ഒരുക്കി കൊടുക്കുന്ന ഒരു കാര്യം IT റിലേറ്റഡ് ആയിട്ടുള്ള ഇനീഷ്യേറ്റീവ്സും അതിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള സ്പേസും അത് ഇവിടെ വടകര പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയുടെ മേഖലകളിൽ കൊണ്ടുവരണമെന്ന് ഗവൺമെൻറ്റുകളുടെ മുമ്പിൽ ശക്തമായി ഞാൻ പറഞ്ഞ വെറുതെ ഇവിടെ ഒരു IT പാർക്ക് വേണമെന്ന് പറയാമല്ല, വിൽ മേക്ക് എ പ്ലാൻ, ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് തന്നെ അത് അവരുടെ മുമ്പിൽ കൊണ്ടുപോകാനായിട്ട് പറ്റും എന്നുള്ളതാണ്. പിന്നെ ഇവിടുത്തെ കലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഭയങ്കരമായിട്ടുള്ള ചരിത്രമുള്ള കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അതിനും നേരത്തെ പറഞ്ഞ എൻഗേജ്മെൻറ്റും പ്രോത്സാഹനവും കൊടുക്കാവുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പ്ലാറ്റ്ഫോമിലേക്ക് അതിനെ കണക്ട് ചെയ്യണം. അപ്പോൾ വിവിധ മേഖലകളിൽ ആളുകളെ കണക്ട് ചെയ്യുന്ന സമഗ്രമായിട്ടുള്ളൊരു വികസന പ്ലാൻ വടകരയ്ക്ക് വേണ്ടി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. ഒരവസരം കിട്ടിയാൽ അത് നടപ്പിലാക്കാൻ ശ്രമിക്കും. അതൊരു കണ്ടിന്യൂയിങ് പ്രോസസ്സായിരിക്കും. ഇപ്പം തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് വെച്ചിട്ടാണ് ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റിയത്. ഇനി അവസരം കിട്ടിയാൽ വിവിധ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ഇരിക്കും, അവരുമായിട്ട് സംസാരിക്കും. ഇപ്പം IT ഞാൻ ഇന്നലെ ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു. അയാളോട് സംസാരിച്ചപ്പം അയാളൊരു സ്റ്റാർട്ടപ്പ് ഇനിഷ്യേറ്റീവിൽ കഴിഞ്ഞ 8 വർഷമായിട്ട് വർക്ക് ചെയ്യാൻ. അപ്പോൾ എവിടെയെന്ന് നോക്കുമ്പോൾ അയാൾ ഇവിടെ അല്ല, അയാൾക്ക് ഇവിടെ നിൽക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഇവിടെ സ്പേസ് ഇല്ല. അപ്പോൾ സ്റ്റാർട്ടപ്സിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാവുന്ന നമുക്ക് ഇപ്പം പ്രൈവറ്റ് പാർക്കുകൾ ഉൾപ്പെടെ പറയപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ സമഗ്രമായിട്ടുള്ളൊരു വടകരയ്ക്ക് വേണ്ടി ഒരു സമഗ്രമായിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ, വിവിധ തലങ്ങളെ ടച്ച് ചെയ്യുന്ന ഒരു വികസന പ്ലാൻ ഉണ്ടാക്കും. എന്നിട്ട് അതിനെ പ്രയോറിറ്റൈസ് ചെയ്ത് നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കുന്നു. ശരിക്കും അവർ വന്ന ശേഷമല്ലേ ഇവിടെ കൂടുതൽ കാര്യങ്ങൾ വന്നത്. ഞങ്ങളതിൻ്റെ ഒരു മെറ്റീരിയൽ തയ്യാറാക്കുന്നുണ്ട്. അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി ഞങ്ങളെല്ലാ വീടുകളിലേക്കും എത്തിക്കും. ഈ മുല്ലപ്പള്ളി സാറൊക്കെ വന്ന ശേഷമല്ലേ വടകര മറ്റേത് പൊളിറ്റിക്കലി ഒരു കുത്തകയായി അനുഭവപ്പെട്ടിരുന്നത് കൊണ്ട് എന്തെങ്കിലും ചെയ്താലും ഇല്ലെങ്കിലും വടകര ജയിക്കാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നൊരു കാലത്ത് അന്നായിരുന്നു വടകര അവഗണിക്കപ്പെട്ടിരുന്നത്. വടകരയിൽ അവസരം കിട്ടിയപ്പോൾ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് മുല്ലപ്പള്ളി സാറാണെങ്കിലും മുരളിയേട്ടനാണെങ്കിലും കാര്യങ്ങൾ ചെയ്ത്. ഇപ്പം തന്നെ ഞാൻ ചോദിക്കുക, ഇപ്പോൾ ദേശീയപാത കാര്യങ്ങളിലൊക്കെ പലരും അവകാശവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഇടപെടലുകളിൽ ഇവരുടെയൊക്കെ പങ്കാർക്കിലും ചെറുതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അത് ഇലക്ഷൻ വരുമ്പോൾ അവർ പറയുന്നൊരു കാര്യം എന്നുള്ളതായിരിക്കും. അല്ലാണ്ട് വടകരയിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ഇവരുടെ കാലത്താണ്. അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഞങ്ങൾ തയ്യാറാക്കി ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിങ് സെന്റർ. എൻ്റെ എല്ലാ പ്രചരണവും ക്യാമ്പയിനും തുടങ്ങുന്നത് അതിലാണ്. ഞാൻ എല്ലാ ആളുകളോടും ചോദിക്കുന്ന ഒന്നാമത്തെ കാര്യം ഇത് ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് എന്നുള്ളത് തന്നെയാണ്. ഇതിൻ്റെ പ്രൈം ഇമ്പോർട്ടൻസ്. ഇപ്പോൾ എന്നോട് ചോദിച്ചു ബോംബ് രാഷ്ട്രീയമാണോ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ. ഞാൻ അതിന് പറഞ്ഞ മറുപടി ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ രാജ്യത്തെ വീണ്ടെടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴും പ്രസ് ക്ലബ്ബിലിരുന്ന് മാധ്യമങ്ങളുടെ മുമ്പിലല്ലേ പറയുന്നു, ഇത് ജനങ്ങളിലേക്ക് എത്തുമല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യയെ വീണ്ടെടുക്കുക എന്നുള്ളത് തന്നെയാണ്. ആ പ്രാധാന്യത്തോളം മറ്റൊരു കാര്യത്തിനും ഈ തെരഞ്ഞെടുപ്പിൽ പ്രാധാന്യമില്ല. 2, ഭരണകൂടങ്ങളുടെ പരിതാപകരമായ അവസ്ഥ, ജനങ്ങൾക്ക് കൊടുത്ത വാക്കും അവരുടെ പ്രവൃത്തിയും തമ്മിലുള്ള അന്തരം ഏറ്റവും എവിഡൻ്റ് ആയിട്ടുള്ള ഒരു കാലമാണ്. ഇപ്പം പ്രധാനമന്ത്രിയുടെ പ്രസംഗം നിങ്ങൾ എടുക്കുക, പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ ഇപ്പോഴും
ഇപ്പോൾ കഴിഞ്ഞ 5 ദിവസം പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് എന്താണ്? ആ പറയുന്നതൊക്കെ ആളുകളെ ഇമോഷണലി സെക്ടറുകളാക്കാനുള്ള ശ്രമങ്ങളാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് നടത്തുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞു രാഹുൽ ഗാന്ധി മട്ടൻ കഴിച്ചു, നമ്മൾ കേട്ടതാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു വിഷൻ പറയുന്നതിന് പകരം ഇപ്പോഴും പറയാൻ ശ്രമിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. നേരെ മറിച്ച് ചോദ്യങ്ങൾക്കുള്ള അവസരമില്ല. നിങ്ങൾക്ക് ആർക്കും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോട് ഒരു ചോദ്യം ചോദിക്കാനുള്ള അവസരമില്ല. അത് ദേശീയ മാധ്യമങ്ങൾ അതങ്ങ് പാടെ ഇഗ്നോർ ചെയ്യുക. 10 കൊല്ലമായിട്ട് സ്ക്രിപ്റ്റഡ് അല്ലാത്ത ഒരു ചോദ്യത്തിന്, ഒരു മാധ്യമ പ്രവർത്തകൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയാത്തൊരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ ആദ്യമായിട്ടുണ്ടായിരിക്കുകയാണ്. ലോങ് 10 years സ്ക്രിപ്റ്റഡ് അല്ലാത്ത ഒരു ഇൻ്റർവ്യൂ ഇല്ല, സ്ക്രിപ്റ്റഡ് അല്ലാത്ത ഒരു ചോദ്യം പോലും ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മാധ്യമ പ്രവർത്തകരിൽ നിന്ന് ഇതുവരെ കേട്ടിട്ടില്ല എന്നുള്ളതാണ്. അക്ഷയ് കുമാറൊക്കെയാണ് അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അത് എത്രത്തോളം ഗൗരവതരമായ സാഹചര്യമാണ്, എത്രത്തോളം ജനാധിപത്യ വിരുദ്ധമാണത്, എത്രത്തോളം ഫോർത്ത് എസ്റ്റേറ്റിനെ ഇൻസൾട്ടിങ് ആണത്, എത്രത്തോളം ജനങ്ങളുടെ മുമ്പിൽ മാധ്യമങ്ങളെ നേരിടാനുള്ള ഭയമാണത് കാണിക്കുന്നത്. പക്ഷെ ഇവിടെ പലതരത്തിൽ ആക്ഷേപിക്കുന്ന രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ ഏത് ചോദ്യങ്ങൾക്കും എത്ര വേണമെങ്കിലും ഉത്തരം പറയാൻ തയ്യാറാണ്. ആ ജനാധിപത്യ വിരുദ്ധതയും CA ഉൾപ്പെടെയുള്ള ഇഷ്യൂസ്, ഭരണപരാജയം ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ഫാക്ടർ. 40 രൂപയ്ക്ക് ഈ രാജ്യത്ത് ഇപ്പോൾ പെട്രോൾ കിട്ടുന്നില്ല. അത് കൊടുക്കുമെന്നുള്ള ഉറപ്പിലാണ് അന്ന് 10-62 ആയപ്പോൾ അന്നത്തെ ഗവൺമെൻറ്റിനെ മാറ്റിയത്. 40 രൂപയ്ക്ക് ഇപ്പോൾ ഡീസൽ കിട്ടുന്നില്ല, 400 രൂപയ്ക്ക് ഇപ്പോൾ ഗ്യാസ് കിട്ടുന്നില്ല. 2 കോടി തൊഴിലവസരങ്ങൾ ഒരു വർഷം നൽകാമെന്ന് പറഞ്ഞവർ 45 വർഷത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോയി. 30 ലക്ഷം പോസ്റ്റുകൾ, സെൻട്രൽ ഗവൺമെൻറ് പോസ്റ്റുകൾ വേക്കൻ്റായി കിടക്കുകയാണ്. യുവാക്കൾ ഡിസ്ട്രസ്സിലാണ്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എൻ്റെ എല്ലാ മേജർ ക്യാമ്പയിനുകളിലും ഞങ്ങൾ പറയുന്നുണ്ട്. സ്വിസ് ബാങ്കിലെ കള്ളപ്പണം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അവസാനം SBIയിലെ കള്ളപ്പണം കൊണ്ട് നടക്കുന്ന അവസ്ഥ വരെ നമ്മൾ രാജ്യം കണ്ടേണ്ടി വന്നു. സീരിയസ്ലി ദിസ് ഇസ് എ പൊളിറ്റിക്കൽ ഫൈറ്റ്. ഞങ്ങൾ പറയേണ്ടത് പറയുന്നുണ്ട്. അടുത്ത കാര്യം എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ വീഴ്ചകൾ. അത് പറയാതിരിക്കാൻ പറ്റില്ല. ജനങ്ങൾക്ക് ഈ ഗവൺമെൻറ് അവരെ തള്ളിവിട്ട ദുരിതത്തിൽ അവർക്ക് പ്രതികരിക്കാൻ കിട്ടുന്ന ആദ്യത്തെ മേജർ അവസരമാണ്. അതിൽ CPMകാർ പോലും പ്രതികരിക്കാൻ നിൽക്കുകയാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ പറയുന്നത് അങ്ങനെ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ ഇവർ ചിഹ്നം നഷ്ടപ്പെടുന്നതിനെ സംബന്ധിച്ചാണ് പറയുന്നത്. പക്ഷേ ഞങ്ങളുടെ പാർട്ടി തന്നെ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള പേടിയിലാണ് ഞങ്ങളൊരു കറക്റ്റീവ് ഫോഴ്സ് ആവുമെന്ന് ചിന്തിക്കുന്ന എത്ര CPM പ്രവർത്തകരുണ്ട്. പെൻഷൻ ഒരവകാശമല്ല എന്ന് കോടതിയിൽ പോയി പറയുന്ന ഒരു സർക്കാരായി ഇടതുപക്ഷം എന്ന് വിളിക്കപ്പെടുന്ന ഒരു സർക്കാർ മാറുമെന്ന് അവരുടെ പ്രവർത്തകർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുമോ? അതൊരു ആനുകൂല്യത്തിൻ്റെ പ്രശ്നമല്ല, അതൊരു അപ്രോച്ചിൻ്റെ പ്രശ്നമാണ്. കോടതിയിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പെൻഷൻ ഒരു ഔദാര്യമാണ്, അവകാശമല്ല എന്ന് പറയപ്പെടുന്ന ഒരു സർക്കാർ, പറയുന്നൊരു സർക്കാരിനെ ഒരു ഇടതുപക്ഷ സർക്കാർ എന്ന് ഇടത് മനസ്സുള്ള ഏതെങ്കിലും ഒരാൾക്ക് വിളിക്കാൻ പറ്റൂ? ശമ്പളം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി മുടങ്ങിയത്, ക്ഷേമനിധിയിലെ ആനുകൂല്യങ്ങൾ ഈ 13 മാസമായി കിട്ടാത്തത്, പട്ടികജാതി വിദ്യാർത്ഥികളുടെ ലംസം ഗ്രാൻഡ് ഇതുപോലെ മുടങ്ങിക്കിടന്നൊരു കാലം ഇതിനു മുമ്പ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? RC ബുക്ക് പ്രിൻ്റ് ചെയ്ത് വീട്ടിലേക്ക് എത്താത്തൊരു കാലം, കടലാസിൻ്റെ പൈസ കൊടുക്കാത്തതുകൊണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ? അക്കൗണ്ടിൽ വന്ന ശമ്പളം വിഡ്രോ ചെയ്യാൻ പറ്റില്ല എന്ന് പറയപ്പെടുന്ന വെച്ചാൽ ശമ്പളം കാണും, തൊടാൻ പറ്റില്ല എന്ന് പറയുന്ന അവസ്ഥ. ഞാൻ ഇവിടുത്തെ സർക്കാർ ഓഫീസുകൾ കയറി, കോടതികൾ കയറി, പലയിടങ്ങളിലും ഞാൻ കയറി. NGO യൂണിയൻ്റെ ആളുകൾക്കിടയിൽ പോലുമുള്ള അണ്ടർസ്റ്റ് എത്ര വലുതാണെന്ന് അറിയും. അവരുടെ DA കുടിശ്ശിക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. എന്നാൽ അതേ സമയം പെൻഷൻ കൊടുക്കാനാണെന്ന് പറഞ്ഞ് ഓരോ ലിറ്റർ പെട്രോൾ അടിക്കുമ്പോഴും ഡീസൽ അടിക്കുമ്പോഴും 2 രൂപ സെസ് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ആൾക്കാർ കൊടുത്തുകൊണ്ടിരിക്കുക, പൊതുജനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക. 3 രൂപ 65 പൈസയായിരുന്നു 1 ലിറ്റർ ഡീസലിന് മൻമോഹൻ സിംഗിൻ്റെ കാലത്തെ സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി. അതിനെ 25 രൂപ വരെ, 27 രൂപ വരെ കേന്ദ്രം കൊണ്ടുപോയി. ആനുപാതികമായ അധിക നികുതിയിൽ നിന്ന് 1 രൂപ പോലും ഇവിടെയും കുറക്കാൻ തയ്യാറായില്ല. 107 രൂപ 1 ലിറ്റർ പെട്രോളിന് കൊടുക്കുന്ന ഒരു ശരാശരി ആൾ 40 രൂപ ടാക്സ് കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ 2 സർക്കാരുകളും കൂടെ ഉണ്ടാക്കിയതാണ്. അത്രയും ഭീകരമായ നികുതി
നികുതി ഭീകരത, ടാക്സ് ടെററിസം എന്ന് വിളിക്കാവുന്ന നികുതി, എന്നിട്ട് പോലും പെൻഷൻ കൊടുക്കുന്നില്ല. ഇനി അടുത്തത് ബിൽഡിംഗ് പെർമിറ്റുണ്ടായ വർധനവ്. എത്ര മടങ്ങാണ് വർധനവ് ഉണ്ടായെന്ന് പരിശോധിക്കുക. ഹൗസ് പെർമിറ്റിന് അപേക്ഷ കൊടുക്കുമ്പോണ്ടാവുന്ന വർധനവ്, കറണ്ട് ചാർജ്, വെള്ളക്കരം, ലാൻഡ് ടാക്സ്, എല്ലാത്തിനും വർധനവുണ്ടാക്കി. ഒന്നിൻ്റെയും ഗുണം സാധാരണക്കാർക്ക് കൊടുക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് അടുത്തെത്തിയിട്ട് പോലും പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കാൻ പറ്റിയില്ല. ഇപ്പോൾ രണ്ട് ഗവൺമെൻറ്റുകളുടെയും സീരിയസ് ആയിട്ടുള്ള ഫെയിലിയേഴ്സ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാണ്. ഓഫ് കോഴ്സ് അക്രമ രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിലെ അതീവ ഗൗരവതരമായ രാഷ്ട്രീയ വിഷയം തന്നെയാണ്. ഒരു സംഘർഷവും സീരിയസ് ആയി ഇല്ലാതിരിക്കുന്നൊരു കാലത്ത്, ഒരു കലാപത്തിനും ആരും ആഗ്രഹിക്കാത്തൊരു കാലത്ത് ബോംബുണ്ടാക്കി വെച്ച് പാർട്ടി റാങ്ക് ആൻഡ് ഫയലിൽപ്പെട്ട മുഴുവൻ ആളുകളും പ്രതിയായി. അതിനെ നാട്ടുമര്യാദ എന്ന് വിളിച്ച് പ്രോത്സാഹിപ്പിച്ചു. അവിടുത്തെ സന്ദർശനത്തെ അന്വേഷണം പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ രാഷ്ട്രീയ ബന്ധമില്ല എന്ന് ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പറഞ്ഞു. ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നതിനെ അവഗണിച്ചു എന്ന് ഇപ്പോൾ പുറത്തു വരുന്നു. നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ ഇൻ്റലിജൻസ് റിപ്പോർട്ടിനെ അവഗണിക്കാനും ബോംബ് നിർമ്മിക്കാനും നിർദ്ദേശം കൊടുത്തത് ഉന്നത തലങ്ങളിലുള്ള ഒരേ ആളുകളുടെ അറിവോടെയാണ്. വടകരയിലെ സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു രാഷ്ട്രീയ ഇഷ്യൂ തന്നെയാണ്. അതും ഞങ്ങൾ ഉയർത്തും. എനിക്ക് ബോംബ് നിർമ്മാണത്തിലെ രാഷ്ട്രീയ പക്ഷപാതവും ഇല്ല. ഒരു കാരണവശാലും അത്തരം മെഷേഴ്സിലേക്ക് ആരും പോകരുത് എന്ന് തന്നെയാണ് ഞാനത്. ഞങ്ങളുണ്ടാക്കുക അത് കുഴപ്പമില്ല, അവരുണ്ടാക്കുമ്പോൾ കുഴപ്പം അങ്ങനെയല്ല. അതിവിടെ ആവശ്യമില്ല. ഞാൻ വടകരയിലെ ജനങ്ങളുടെ ആഗ്രഹത്തിൻ്റെ പുറത്തു നിന്നിട്ടാണ് ഞാൻ സംസാരിക്കുക. എനിക്കിത് വടകരയിലെ ആദ്യത്തെ അവസരമാണ്. ആ അവസരത്തിൽ ഞാൻ പറയുന്നു, സമാധാനത്തോടെ തെരഞ്ഞെടുപ്പും ജീവിതവും രാഷ്ട്രീയ പ്രവർത്തനവും നടത്താൻ കഴിയണം എന്നുള്ളത് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ഒരു പടക്കം പൊട്ടി ജീപ്പിനകത്ത്. പ്രചരണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറയാം, അത് വെച്ചിട്ട് എന്തോരം എൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള പ്രചരണം നടന്നു വരും. അത്തരം ബാലൻസിങ്, പൊട്ടിയ പടക്കത്തെ ബോംബാക്കുകയല്ല വേണ്ടത്, ബോംബ് പൊട്ടിക്കാതിരിക്കുക വേണ്ടത്. ഒരു തരത്തിലുള്ള അധിക്ഷേപങ്ങളെയും ഓൺ ചെയ്യുന്ന ഒരാളല്ല ഞാൻ 22 വർഷമായിട്ട് എനിക്ക് വലിയ ചരിത്രമൊന്നും പറയാനില്ല. എനിക്ക് ഇത്ര വയസ്സേ ആയിട്ടുള്ളൂ. ആ വയസ്സിൽ 22 വർഷം പൊതുപ്രവർത്തനം നടത്തിയിട്ടുണ്ട് ഞാൻ. KSU പ്രവർത്തനം മുതൽ 13 വർഷം ഞാൻ നിയമസഭയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. 15 വർഷത്തോളമായിട്ട് ഞാൻ നവമാധ്യമങ്ങളിൽ ഇടപെടുന്നു. ഈ വർഷങ്ങളിലൊക്കെ പൊതു ഇടങ്ങളിലും മാധ്യമ സമ്മേളനങ്ങൾ ഉൾപ്പെടെ വിളിച്ചു ചേർത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ നാവിൽ നിന്നോ എൻ്റെ കൈവിരലുകളിൽ നിന്നോ എവിടെയെങ്കിലും നിങ്ങളുടെ ആരുടെയെങ്കിലും അനുഭവത്തിൽ ഒന്നും വേണ്ട, സ്വർണ്ണക്കടത്തും ഡോളർ കടത്തും നിയമസഭയിൽ അവതരിപ്പിച്ച ഒരാളാണ് ഞാൻ. കഥകളിലേക്ക് അല്ലെങ്കിൽ പറഞ്ഞു കേട്ട കാര്യം, ഞാൻ ഫാക്ച്വലായി 10 ചോദ്യങ്ങളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഞാൻ വെച്ചത്. ഞാനാണ് അടിയന്തര പ്രമേയം കൊണ്ടുവന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഇപ്പോഴും എൻ്റെ വീഡിയോ എടുത്ത് നോക്കാം. അപ്പോൾ അധിക്ഷേപ സാധ്യതകൾ തേടുന്ന ഒരാളല്ല ഞാൻ. ഇനി തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട മുദ്രാവാക്യം, ആ മുദ്രാവാക്യം ഞങ്ങളാരും പറഞ്ഞു വിളിക്കുന്നതോ വിളിപ്പിക്കുന്നതോ അല്ല. ആ മുദ്രാവാക്യത്തെ അത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ന്യായീകരിച്ചിട്ട് ആ മുദ്രാവാക്യത്തിൽ തെറ്റില്ല എന്ന് പറയുകയോ അല്ലെങ്കിൽ അതിൽ പ്രതികരിക്കാതിരിക്കുകയോ അത് സാരമില്ല എന്ന് പറയുകയോ ചെയ്തിട്ടുള്ള ഒരാളല്ല. തൊട്ടടുത്ത ദിവസം തന്നെ എന്നോട് ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ തൊഴിലുറപ്പ് തൊഴിലാളികളോട് ആദരവും ബഹുമാനവും സ്നേഹമാണെന്നും മറിച്ച് ആര് പറഞ്ഞാലും അത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും അവർക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യത്തെയും ഓൺ ചെയ്യില്ല എന്നുള്ളതും അതിന് വിമർശനപരമായി തന്നെ ഒരു സ്റ്റാൻഡ് എടുത്ത് പരസ്യമായി പറഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ. തൊഴിലുറപ്പ് തൊഴിലാളികളോടുള്ള സ്നേഹം, ആ സ്നേഹം കൊണ്ടാണ് ഈ പ്രതികരണങ്ങൾ നടത്തുന്നത് നിങ്ങൾ കരുതുന്നുണ്ടോ? അത് ഷാഫി പറമ്പലിനെതിരായിട്ടുള്ള വിരോധമാണ് എന്നുള്ളത് വളരെ ക്ലിയറാണ്. ആ കാര്യത്തിൽ എനിക്ക് സർക്കാരിനോടും CPM-നോടും പറയാനുള്ളത്, അവരോട് സ്നേഹമുണ്ടെങ്കിൽ എനിക്കെതിരായിട്ടുള്ള പ്രകടനത്തിന് അവരെ ഇറക്കുന്നതൊക്കെ കൊള്ളാം. അതിൻ്റെ മുമ്പ് ദയവായി അവർക്ക് കൊടുക്കാനുള്ള പെൻഷൻ കൊടുത്തു തീർക്കണം. സ്നേഹമുണ്ടെങ്കിൽ അങ്ങനെയാണ് കാണിക്കണ്ടേ. വളരെ സാധാരണക്കാരാണ്.
തൊഴിലുറപ്പ് കോൺഗ്രസിൻ്റെ കുഞ്ഞാണ്. അത് നന്നായി വളരണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയുടെ പ്രവർത്തകനും മുന്നണിയുടെ പ്രവർത്തകനുമാണ് ഞാൻ. കോൺഗ്രസ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി 400 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നാണ് ഈ പ്രകടന പത്രികയിൽ പറയുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി നിൽക്കുന്നവരാണ് ഞങ്ങൾ. ഒരു തൊഴിലിനെയും അധിക്ഷേപിക്കില്ല. ഇനി എൻ്റെ മറുചോദ്യം, CPM നേതാവ് ശ്രീ ജയരാജൻ വടകരയിലെ സ്ത്രീകളെ വെണ്ണപ്പാളി സ്ത്രീകൾ എന്ന് ഫേസ്ബുക്കിലൂടെ സ്വന്തം അക്കൗണ്ടിൽ വേറെ ആരെങ്കിലും വിളിച്ചൊരു മുദ്രാവാക്യത്തെ പറഞ്ഞ് ഒരു പ്രകടനത്തിൽ സ്പ്ലിറ്റ് ഓഫ് ദ സെക്കൻഡിലുണ്ടായ മുദ്രാവാക്യം, അതും നിർബന്ധിച്ച് കൊണ്ടുവന്നതല്ല, ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നതല്ല എന്ന് പറയുന്ന മുഴുവൻ മുദ്രാവാക്യങ്ങളിലെ തെറ്റായ വാക്ക് എന്ന് തന്നെ ഞാൻ പറയുന്ന ഒരു വാക്ക്, തെറ്റായ വാക്ക് എന്ന് തന്നെ ഞാൻ പറയുന്ന ഒരു വാക്ക് അടർത്തി എന്നെ വിമർശിച്ചു. പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവും ഇവിടുത്തെ മുൻ സ്ഥാനാർത്ഥിയും വെണ്ണപ്പാളി പെണ്ണുങ്ങൾ എന്ന് ഈ വടകരയിലെ മൊത്തം സ്ത്രീത്വത്തെ അധിക്ഷേപിച്ചിട്ട് എൻ്റെ എതിർ സ്ഥാനാർത്ഥി അതിനൊന്ന് ഡിസോൺ ചെയ്യാൻ തയ്യാറാവാതിരുന്നത്? കേൾവിയോ മുദ്രാവാക്യത്തിലൊരു വാക്കോ വാചകമോ അല്ലല്ലോ. ഒരു സീനിയർ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് വടകരയിലെ മൊത്തം സ്ത്രീത്വത്തെയും സ്വാഭിമാന ബോധമുള്ള, അധ്വാനിച്ച് ജീവിക്കുന്ന, ജോലി ചെയ്ത് ജീവിക്കുന്ന വടകരയിലെ മൊത്തം സ്ത്രീകൾ, അവരെ വെണ്ണപ്പാളി പെണ്ണുങ്ങൾ എന്ന് ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാവ് പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞിട്ട്, സ്വന്തം ഫേസ്ബുക്കിൽ പോസ്റ്റ് എഴുതി ഇൻവേർട്ടഡ് കോമയിൽ ഇട്ട് പറഞ്ഞിട്ട് എന്തേ ഒന്ന് ഡിസോൺ ചെയ്യാൻ പോലും തയ്യാറാവാതിരുന്നത്? ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. എല്ലാവർക്കും അറിയാവുന്ന കാരണം തന്നെയാണ്. ഇവിടെ BJPക്കെതിരെ ശക്തമായിട്ടൊരു മത്സരത്തിന് അതിശക്തനായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിത്വം വേണം എന്ന് പാർട്ടി തീരുമാനിച്ചു. ആ പാർട്ടി തീരുമാനിച്ച തീരുമാനത്തെ മുരളിയേട്ടനോട് പാർട്ടി ആവശ്യപ്പെട്ടു. അദ്ദേഹം മുൻപും പാർട്ടിക്ക് വേണ്ടി അത്തരം ധീര തീരുമാനങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ഒരാളാണ്. ആ തീരുമാനത്തിന് അദ്ദേഹം തൃശ്ശൂരിലേക്ക് പോയി. അവിടുത്തെ സിറ്റിംഗ് MP ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ സ്വാഗതം ചെയ്തു. അപ്പം സ്വാഭാവികമായിട്ടും വടകരയിൽ ഒരു ഒഴിവ് വന്നു. രാത്രി 11 മണിക്ക് എനിക്കൊരു കോള് കിട്ടി, നാളെ വടകരയിൽ പോകണമെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് പാലക്കാട് വിടുന്നതിനെ സംബന്ധിച്ച് ഞാൻ ആലോചിച്ചിരുന്നില്ല. പക്ഷേ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണെന്നും അതിനേക്കാൾ ഗൗരവമേറിയ ഒരു തെരഞ്ഞെടുപ്പാണെന്നും ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ പൂർണ്ണ മനസ്സോടെ അഭിമാനത്തോടെ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തു വടകരയിൽ വന്നു. ഇപ്പോൾ ഇതുവരെ എത്തി നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നു. ഇപ്പം മുരളീയേട്ടൻ തൃശ്ശൂരിൽ പോയി മത്സരിക്കാനെടുത്ത തീരുമാനം വടകരയിലും തൃശ്ശൂരിലും മാത്രമല്ല, കേരളത്തിലെ 20 കോൺസ്റ്റിറ്റ്യുവൻസികളിലും ഞങ്ങൾക്ക് ഗുണം ചെയ്യാൻ പോകുന്ന തീരുമാനമാണ്. അദ്ദേഹം അവിടെ ജയിക്കുകയും ചെയ്യും, വടകര ഞങ്ങൾ നിലനിർത്തുകയും ചെയ്യും. UDFൻ്റെ കാൻഡിഡേറ്റിൻ്റെ കാലത്ത് വടകരക്ക് കൂടുതൽ കാര്യങ്ങൾ നേടിയിട്ടുണ്ട്, കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, അതിൽ സംശയമില്ല. മുല്ലപ്പള്ളി സാറ് ഇരുന്ന UPയുടെ കാലത്ത് കുറേ കാര്യങ്ങൾ ഇവിടെ കൊണ്ട് ലാസ്റ്റ് 10 വർഷം കൊണ്ട് മാത്രമല്ല, അതിന് മുമ്പ് എത്ര കേന്ദ്ര സ്ഥാപനങ്ങൾ ഇവിടെ, അത് ഓരോ ഗവൺമെൻറ്റിൻ്റെ കാലത്തും കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ഓരോ സ്ഥാപനങ്ങൾ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന കേന്ദ്ര സ്ഥാപനങ്ങൾ, ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിൽ മുല്ലപ്പള്ളി സാറ് കൊണ്ടുവന്ന സ്ഥാപനങ്ങൾ, സെൻട്രൽ സ്കൂളുകൾ, അപ്പോൾ ഓരോ കാലത്തും ഓരോ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ UDF MPമാരുള്ള കാലത്താണ് നടന്നത് എന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട. ഇനിയിപ്പം ഒരു മുന്നണി, ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ അതിലേറ്റവും കൂടുതൽ പരിഗണന കിട്ടാൻ പോകുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ആയിരിക്കും വടകര. അക്കാര്യത്തിലും സംശയം വേണ്ട. സത്യം പറഞ്ഞാൽ നമ്മളിപ്പം പുറമേ നിന്ന് വടകരയെ നോക്കി കാണുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു, അതിൻ്റെ വാർത്തകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഒരുപാട് തവണ. പക്ഷെ ഇവിടെ വന്ന് അതിൽ ഇൻവോൾവ് ആകുമ്പോഴാണ് ഇത്ര സീരിയസ് ആയിട്ടുള്ള ഒരു ഹാബിച്വൽ ഒഫൻസ് എന്ന് പറയുന്നത് പോലെ അതൊരു ശീലമായി മാറിയ തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തെ അട്ടിമറിക്കപ്പെടുന്നത്. അതും കൂടെ മറികടന്നിട്ടാണ് ഇവിടുത്തെ UDF സ്ഥാനാർത്ഥികൾ ജയിച്ചു പോരുന്ന അല്ലെങ്കിൽ എനിക്ക് അവരോട് ആദരവും ബഹുമാനവും തോന്നുകയാണ്. എന്ന് വെച്ചാൽ ചില പോളിംഗ് ബൂത്തിലേക്ക് ചില ബൂത്തുകളിലേക്ക് പോളിംഗ് ശതമാനം കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. 90ൻ്റെ മേലെയും കാര്യങ്ങളൊക്കെ വരുന്നത് ജനാധിപത്യത്തോടുള്ള വല്ലാത്ത പ്രതിപത്തി കൊണ്ടല്ല. നാട്ടിലില്ലാത്ത മുഴുവൻ ആളുകൾ അവരുടെ പാസ്പോർട്ടും വിസയും നോക്കിയാൽ വോട്ട് ചെയ്തിട്ടുണ്ടാവും. ചിലർ മരിച്ചവർ പോലും വോട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ രാജ്യത്ത് ജനാധിപത്യം സംരക്ഷിക്കാൻ നടത്തുന്ന പോരാട്ടമെന്ന് വിളിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പിലെങ്കിലും ഈ ജനാധിപത്യ വിരുദ്ധത
ഒഴിവാക്കാൻ CPM പാർട്ടി ഗ്രാമങ്ങളിൽ ധൈര്യം കാണിക്കണം എന്ന് സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ഞാൻ ആവശ്യപ്പെടുക. CPMൻ്റെ കാൻഡിഡേറ്റിനോ നേതാക്കന്മാർക്കോ ഉറപ്പിച്ച് പറയാൻ പറ്റുമോ ഒരു കള്ളവോട്ട് പോലും നടക്കില്ല എന്ന് പറഞ്ഞാൽ അതിലെന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടാവും? എല്ലാവരും അങ്ങ് അക്സെപ്റ്റ് ചെയ്ത മട്ട. അപ്പം ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബന്ധപ്പെട്ടിട്ടുണ്ട്, ഞാൻ കോടതിയെ ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇത്തരം ഡീറ്റെയിലുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ബോംബിൻ്റെ കൂടെ പശ്ചാത്തലത്തിൽ അതിനെ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് നോക്കുന്നുണ്ട്. കള്ളവോട്ടും കൂടി ഇല്ലെങ്കിൽ CPMൻ്റെ സ്ഥിതി 7 കോൺസ്റ്റിറ്റ്യുവൻസിയിലും CPM ട്രെയിൽ ചെയ്യും എന്നുള്ള കാര്യത്തിൽ അവർ ലീഡ് ചെയ്യില്ല എന്ന കാര്യത്തിന് സംശയം വേണ്ട. കൊടി ഉയർത്താത്ത ഞങ്ങൾ ഒരു പ്രകടനത്തിൽ ചിലപ്പോൾ ഞങ്ങൾ പ്ലക്കാർഡ് പിടിക്കും, വേറൊരു പ്രകടനത്തിൽ ചിലപ്പോൾ ഞങ്ങൾ കൊടി പിടിക്കും, വേറെ പ്രകടനത്തിൽ ചിലപ്പോൾ ഞങ്ങൾ വേറെ എന്തെങ്കിലും പ്രചരണോപാധി ഉണ്ടാവും. അവരെന്തിന് ഇത്ര കൺസേൺഡ് ആവണം? ഞങ്ങൾ കൊടിയാണോ ഉപയോഗിക്കുന്നത്, ഞങ്ങൾ പ്ലക്കാർഡാണോ ഉപയോഗിക്കുന്നത്? ഞങ്ങളുടെ തീരുമാനമല്ലേ, അതിലെന്താ ഇത്ര കൺസേൺഡ് ആവാനുള്ള കാര്യമുള്ള? ഇനി ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇവിടെ വന്നിട്ട് ഈ വടകര പ്രകടനത്തിൽ കുറച്ച് കൊടി ഉണ്ടായി. ആ കൊടി പിടിച്ചതിനകത്ത് യൂത്ത് ലീഗിൻ്റെ കുട്ടികൾ കുറച്ച് വലിയ കൊടി പിടിച്ചു. അപ്പോൾ എൻ്റെ ഒരു ചിത്രത്തിൽ ആ ബാക്ക്ഗ്രൗണ്ടിൽ അവരുടെ കൊടിയാണ് കണ്ടത്. അപ്പം ഇവിടുത്തെ ഇടത് സൈബർ വിങ്ങിലെ ആളുകളാണ് ചോദിക്കുന്നത്, ഇയാൾ മത്സരിക്കുന്നത് പാകിസ്ഥാനിലാണോ എന്നത്. BJP നടത്തുന്ന പ്രചരണം എന്തിനാണ് ഇവർ അഡ്വക്കേറ്റ് ചെയ്യുന്നത്? എന്തിനാ അതിനകത്ത് ഞങ്ങളുടെ പരിപാടിയിൽ ഏത് കൊടി വേണേൽ പിടിച്ചോട്ടെ, ചിലപ്പം പ്ലക്കാർഡ് പിടിച്ചോട്ടെ, അവർ അസ്വസ്ഥരാവേണ്ട കാര്യം എന്താ? പിന്നെ ഒരു കാര്യം ഈ പ്രചരണം നടത്തുന്ന മുഴുവൻ ആളുകളും മനസ്സിലാക്കാൻ, ലീഗിൻ്റെ കൊടിയിലെ പച്ച കളറ് അത് പാകിസ്ഥാൻ്റെ പച്ച കളറല്ല. അത് ഈ രാജ്യത്ത് നിൽക്കാൻ തീരുമാനിച്ച, ഈ രാജ്യം വിട്ടുപോകുന്നില്ല എന്ന് തീരുമാനിച്ച, രാജ്യമാണ് മാതൃരാജ്യം, അതിനുവേണ്ടി പോരാടാൻ തീരുമാനിച്ചവർ, അവർ ദേശീയ പതാകയിലെ പച്ചയുമായിട്ടാണ് അവരുടെ കൊടിയുടെ നിറത്തെ കണക്ട് ചെയ്യേണ്ടത്, അതല്ലാണ്ട് അതിനെ പാകിസ്ഥാനുമായിട്ടല്ല. അപ്പം ഞങ്ങൾ പ്രചരണത്തിൽ ഇപ്പം അതിൻ്റെ ശേഷവും മുമ്പൊക്കെ കൊടി ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഒരു പരിപാടിയിൽ അന്ന് എല്ലാവരും രാഹുൽ ഗാന്ധിയുടെ പ്ലക്കാർഡ്, ഒരു കയ്യിൽ പ്ലക്കാർഡ് ഒരു കയ്യിൽ കൊടിയും കൂടെ പിടിച്ചടക്കാൻ പറ്റുമോ? അന്ന് പ്ലക്കാർഡ് ഉപയോഗിക്കാൻ തീരുമാനിച്ചു, അത്രേ ഉള്ളൂ. അതിനകത്തൊന്നും അവരാശങ്കപ്പെടേണ്ട കാര്യമില്ല. ലീഗിൻ്റെ നേതാക്കന്മാർ തന്നെ പറഞ്ഞല്ലോ. സാധ്യതയുള്ളത് തിരഞ്ഞെടുക്കുന്നതാണ് ഒരു വിദ്യാർത്ഥിയുടെ വിജയം നിർണ്ണയിക്കുന്നത്. സറ്റോരി ആ കാര്യത്തിൽ നിങ്ങൾക്ക് വഴികാട്ടിയാവും. Satori, Educational Training and Consultancy, near Head Post Office, Edodi, Vadagara. Airline and Airport Management, Shipping, Logistics and Supply Chain Management, Fire and Safety Management, Optical Fiber Technology, Lift Technology, 100% Placement Guaranteed Program, International Certifications. Satori, Education Training Consultancy, near Head Post Office, Edodi, Vadagara.